അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏറെ സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, ഫോക്കസ് അക്കാദമി ആഴ്ചതോറും നടത്തി വരാറുള്ള സൗജന്യ ക്ലാസ്സിലൊന്നിലാണ് ഇപ്പോൾ നമ്മൾ സംഗമിച്ചിട്ടുള്ളത്. ഇത് ഫോക്കസിനെ സംബന്ധിച്ചിടത്തോളം 57ാമത്തെ സെഷനാണ്. അതിൽ തന്നെ അബ്ബാസി ലിറ്ററേച്ചറിന്റെ 12ാമത് സെഷനാണ് ഇന്നിപ്പോൾ നടക്കുന്നത്. ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്, ഇത്തരം സെഷനുകൾ മൈക്ക് ഓഫ് ചെയ്യണേ ഓൺ ആയിട്ടുണ്ടെങ്കിൽ. ആഴ്ചതോറും നടത്തി വരാറുള്ള ഇത്തരം സെഷനുകളുടെ ലിങ്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, അറബിക് മത്സര പരീക്ഷ എഴുതാൻ താല്പര്യപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ കിട്ടിയ ലിങ്ക് അങ്ങനെ വല്ലവരും നിങ്ങളുടെ സർക്കിൾ ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, തുടങ്ങുന്നതിന് മുമ്പ് അയച്ചു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കൂടുതൽ സംസാരിക്കുകയല്ല. ഇന്നത്തെ ഈ അബ്ബാസി ലിറ്ററേച്ചറിന്റെ 12ാമത് സെഷൻ കൈകാര്യം ചെയ്യുന്നത് ബഹുമാന്യനായ ഫജറുദ്ദീൻ സാറാണ്. ഫോക്കസിന്റെ നിരവധി സംരംഭങ്ങൾക്ക്, ക്ലാസുകൾക്കൊക്കെ നേതൃത്വം നൽകുന്ന, വർഷങ്ങളായി ഫോക്കസിലുള്ള ഒരു മികച്ച ഫാക്കൽറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് നല്ല നിലയ്ക്ക് നിങ്ങൾ ഈ സെഷൻ ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. എല്ലാ സുഹൃത്തുക്കളെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ക്ലാസ് ആരംഭിക്കാനൊക്കെ വേണ്ടി ഫസറുദ്ദീൻ സാറെ സ്വാഗതം ചെയ്ത് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മൾ കഴിഞ്ഞ 10-11 ക്ലാസ്സുകളിലായി അബ്ബാസി ലിറ്ററേച്ചറിന്റെ ഏറെക്കുറെ ഭാഗങ്ങളൊക്കെയും കവർ ചെയ്തു. അതിൻ്റെ ഒരു ഉപരിപ്ലവമായിട്ടുള്ള നിലക്കെങ്കിലും നമുക്കത് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കൂടുതൽ ആയങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ നമുക്ക് ഈ അരമണിക്കൂറിനുള്ളിൽ കഴിയാത്തത് കൊണ്ട് തന്നെ ഏറെക്കുറെ ഭാഗങ്ങൾ എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ ഈ 12ാമത്തെ അബ്ബാസി ലിറ്ററേച്ചറിന്റെ സെഷൻ കഴിഞ്ഞ നാം ചർച്ച ചെയ്തിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വ്യത്യസ്ത ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. നമ്മുടെ ഫസ്റ്റ് ചോദ്യം, അശ്ശാഇർ അല്ലദി യുൻസബു ഇലൈഹി ദീവാനുൽ ഹമാസ എന്നുള്ളതാണ്. ഉത്തരം കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ എല്ലാവരും. അശ്ശാഇർ അല്ലദി യുൻസബു ഇലൈഹി ദീവാനുൽ ഹമാസ. ദീവാനുൽ ഹമാസ എല്ലാവരും കേട്ടതായിരിക്കും. മുമ്പൊക്കെ നമ്മുടെ പാഠ്യപദ്ധതികളിൽ, സിലബസിലൊക്കെ ഉണ്ടായിരുന്നു അത്. ദീവാനുൽ ഹമാസ അത് ആരിലേക്കാണ് ചേർക്കപ്പെടുന്നത്, അതായത് അതിന്റെ ഓഥറായിട്ട് ഗണിക്കപ്പെടുന്നത് ആരാണ് എന്നതാണ് ചോദ്യം. ദീവാനുൽ ഹമാസയുടെ ഓഥറായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? കവിതാ സമാഹാരമാണല്ലോ ദീവാനുൽ ഹമാസ എന്നുള്ളത്. ഓക്കെ, കൂടുതൽ പേരും ഓപ്ഷൻ സി ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി തന്നെയാണ്. അബൂ തമ്മാം, അറിയപ്പെട്ട പ്രസിദ്ധനായ അബ്ബാസി കവിയായിട്ടുള്ള അബൂ തമ്മാമാണ് ദീവാനുൽ ഹമാസയുടെ ഓഥർ. സൗണ്ട് ഇപ്പൊ റെഡി ആണല്ലോ അല്ലെ? കുഴപ്പമില്ലല്ലോ? ഓക്കെ ആണോ? സൗണ്ട് ഇപ്പൊ ഓക്കെ ആണോ? അബ്ബാസി കാലഘട്ടത്തിലെ കവികളെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പല സെഷനുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രമുഖനായിട്ടുള്ള ആൾ തന്നെയാണ് അബൂ തമ്മാം. നിർബന്ധമായിട്ട് നമ്മൾ റെഫർ ചെയ്യേണ്ട ആളാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് ദീവാനുൽ ഹമാസ. ദീവാനുൽ ഹമാസ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് അബൂ തമ്മാം എന്ന പേര് കൂടി നമുക്ക് ഓർമ്മ വരണം. ആ നിലക്കുള്ള ഒരു ഓർമ്മ നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, നമുക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം എന്നുള്ള നിലക്ക്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഒക്കെയും, വളരെ മുകളിൽ നിന്ന് മാത്രമുള്ള ക്വസ്റ്റ്യൻ. മൻ ഹുവ അശ്ശാഇറുൽ മഅറൂഫു ബിലഖബി അബുൽ അതാഹിയ. അബുൽ അതാഹിയ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധനായ കവി ആരാണ്? അതായത് അബുൽ അതാഹിയയുടെ ശരിക്കുള്ള പേരെന്താണെന്നാണ് ചോദ്യം. അബുൽ അതാഹിയ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഷാഇറു സുഹുദ് എന്ന പേരിൽ അബുൽ അതാഹിയെ കേൾക്കാത്തവരാരും ഉണ്ടാവില്ല. അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേരെന്താണ് എന്നതാണ് ചോദ്യം. ഓക്കെ, കുറെ പേര് ഓപ്ഷൻ എ ചൂസ് ചെയ്തിട്ടുണ്ട്.
നമുക്ക് ശരിയുത്തരത്തിലേക്ക് പോവാം. ഓപ്ഷൻ എ തന്നെയാണ് ശരിയുത്തരം. ഇസ്മായിൽ ഇബ്നുൽ ഖാസിം എന്നതാണ് അബുൽ അതാഹിയയുടെ പൂർണ്ണനാമം. ഇപ്പൊ ചിലപ്പോഴൊക്കെ ഇത്തരം ഇപ്പൊ മുത്തനബിയുടെ അല്ലെങ്കിൽ അബൂ തമ്മാമിന്റെ, അബൂ നുവാസിന്റെ, അബുൽ അല ഇൽ മഹദിയുടെ ഒക്കെയും ശരിക്കുള്ള പേര് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അത് മാച്ച് ദി ഫോളോവിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരുടെ പേരൊന്ന് ഓർത്തിരിക്കുന്നത് നന്നാവും. മനിൽ ഖായിം, ആരാണ് ഈ വരി പാടിയിട്ടുള്ളത്? അസ്സൈഫു അസ്ദഖു അംബഅം മിനൽ കുതുബിയ്യ. ശരിക്കുള്ള വിവരങ്ങൾ, സത്യസന്ധമായ വിവരങ്ങൾ നൽകാൻ ഏറ്റവും നല്ലത് ഗ്രന്ഥങ്ങളെക്കാൾ വാളാണ്. അതായത് ആളുകൾക്ക് ഇനിയും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റയടിക്ക് സംശയം തീർക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് വാൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അവരെ എഴുതിയിട്ടും പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല എന്നുള്ള, അതായത് ധീരതയെ ഉണർത്തുന്ന, ജിഹാദിനെ പ്രചോദിപ്പിക്കുന്ന, അതായത് പിന്നെ യുദ്ധത്തിനെ പ്രചോദിപ്പിക്കുന്ന ഒരു വരിയാണ് സൈഫു അസ്ദഖു അംബഅം മിനൽ കുതുബി എന്നുള്ളത്. ആരാണ് ഇത് പാടിയിട്ടുള്ളത്? ആരുടെ വരിയാണ് ഇത്? ഓക്കെ, ഉത്തരം നോക്കാം. ശരി ഉത്തരം അബൂ തമ്മാമാണ്. അബൂ തമ്മാം ആണോ? അബൂ തമ്മാമിന്റെ പ്രസിദ്ധമായ ഹമാസയുടെ വരികളാണ് അസ്സൈഫു അസ്ദഖു അംബഅം മിനൽ കുതുബി എന്നുള്ളത്. നിങ്ങൾ പലപ്പോഴും ബലാഗയിലോ മറ്റൊക്കെ കേട്ടിട്ടുണ്ടാകും ഈ വരികൾ. അബൂ തമ്മാമിന്റെ വരികളാണ് അസ്സൈഫു അസ്ദഖു അംബഅം മിനൽ കുതുബി എന്നുള്ളത്. ഓക്കെ, മാഹുൽ ഇസ്മുൽ കാമിൽ ലി അബൂ നുവാസ്. അബൂ നുവാസിന്റെ പൂർണ്ണനാമം എന്താണ്? എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മയിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഓക്കെ, ഉത്തരം നോക്കല്ലേ. പലരും ശരി ഉത്തരം ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അൽ ഹസനുബിൻ ഹാനി ആണ് അബൂ നുവാസ്. ഷാഇറുൽ ഖംരിയാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന, ഗിൽമാനെ കൊണ്ട് തഗസ്സുൽ ചെയ്തിട്ടുള്ള ഖംറിനെ കുറിച്ച്, ഖംറിന്റെ വകഭേദങ്ങളെ കുറിച്ച് വിശദമായി വിവരിച്ച, അവസാനം സുഹുദിലേക്ക് മടങ്ങിയ, തൗബ ചെയ്ത് മടങ്ങിയ പ്രസിദ്ധനായ കവിയാണ് അബൂ നുവാസ് അബ്ബാസി കാലഘട്ടത്തിലെ. അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം അൽ ഹസനുബിൻ ഹാനി എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൻ ഹുവ ഷാഇറു അല്ലദീ ഇശ്തഹറ ബിശഅരിൽ ഹിക്മ ഫിൽ അസ്റിൽ അബ്ബാസി. അബ്ബാസി കാലഘട്ടത്തിൽ ഹിക്മത്തിന്റെ കവിത കൊണ്ട് പ്രസിദ്ധനായ കവി ആരാണ്? അദ്ദേഹത്തിന്റെ കവിതകളിലൊക്കെയും ഈ ഹിക്മത്തുകൾ, അഫറിസംസ് നന്നായിട്ട് കാണാൻ പറ്റും. അദ്ദേഹത്തിന്റെ വരികൾ നമുക്ക് വലിയ ആപ്തവാക്യങ്ങളായി ഒക്കെയും നല്ല ഉപദേശങ്ങളായിട്ടും മറ്റുമൊക്കെ പറയാൻ പറ്റുന്ന വരികളായി. ആരുടേതാണ് ആ വരികൾ? അത്തരം ആരാണ് ഇങ്ങനത്തെ കവിത പാടുന്നത്? ഓക്കെ, ശരി ഉത്തരങ്ങൾ വന്നു കഴിഞ്ഞു. എല്ലാവരും പറഞ്ഞതുപോലെ ഓപ്ഷൻ ഡി ആണ്. അശ്ശാഇറുൽ ഹകീം, മുത്തനബ്ബിയാണ്, ഷെയറുൽ ഹിക്മത്തിന്റെ. ഓക്കെ, അടുത്തേക്ക് പോവാം. മൻ സാഹിബു കിതാബി അൽ ഫിഹ്റസത്ത് അല്ലദീ റസദ ഫീഹി അസ്മാ അൽ കുതുബി വൽ ഉലമാ. ഫിഹ്റസത്ത് എല്ലാവരും കേട്ടിട്ടുണ്ടാകും. അതിലുള്ളത് അസ്മാ ഉൽ കുതുബി വൽ ഉലമാ ആണ്. ഗ്രന്ഥങ്ങളുടെയും പണ്ഡിതന്മാരുടെയൊക്കെയും പേര്, വിവരങ്ങൾ പറയുന്ന, അവരുടെ ബയോഗ്രഫി പറയുന്ന, എന്താ പറയാ, ഒരു ഇൻഡെക്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് ഫിഹ്റസത്ത്. എല്ലാവർക്കും അറിയുന്ന പോലെ, എല്ലാവരും പറഞ്ഞതുപോലെ അതിന്റെ സ്വാഹിബ്, അതിന്റെ മുഅല്ലിഫ് ഇബ്നു നദീമാണ്. ഇബ്നു നദീമിൻ്റെതാണ് അൽ ഫിഹ്റസത്ത് എന്ന് പറയുന്ന ഗ്രന്ഥം. ഈ ഫിഹ്റസത്ത് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഇബ്നു നദീം വരണം. ആ ഒരു കണക്ഷന് ഇങ്ങനെ ചില പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ അബ്ബാസി കാലഘട്ടത്തിലുണ്ട്. അബ്ബാസി കാലഘട്ടത്തിൽ, അതായത് മസ്വാദിർ മറാജി ആയിട്ട് അറബി ഭാഷയുടെ, ലോകത്തിന്റെയും മതബിന്റെയും മസാദിർ മറാജി ആയിട്ട് നമ്മൾ പിന്നെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പ്രസിദ്ധി നേടിയിട്ടുള്ള ചില പ്രധാന ഗ്രന്ഥങ്ങളുണ്ട്. അതിൽപ്പെട്ട ചില ഗ്രന്ഥങ്ങളാണ് ഫിഹ്റസത്തും മുഅ്ജമുൽ ബുൽദാൻ. അതുപോലെ തന്നെ ജാഹിലിന്റെ അൽ ബയാൻ വത്തബീൻ, കിതാബുൽ അമാലിയും അൽ കാമിലും, അതുപോലെ ധാരാളം ഗ്രന്ഥങ്ങൾ കാണാൻ പറ്റും. അപ്പൊ ഇതൊക്കെ, ഇതിന്റെ പേര് കേൾക്കുമ്പോഴത്തേക്ക് ഈ ഓതർമാരുടെ പേരും കൂടി നമ്മളെ മനസ്സിലേക്ക് വരണം.
എല്ലാവർക്കും അത് അറിയുമായിരിക്കും, എന്നാൽ കൂടി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. ഓക്കെ, നെക്സ്റ്റ്. من هو المؤرخ الذي كتب عن البلدان والمدن في كتاب معجم البلدان. معجم البلدان എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നാടുകളെ കുറിച്ച്, പട്ടണങ്ങളെ കുറിച്ചൊക്കെയും വിശദമായി എഴുതിയിട്ടുള്ള ചരിത്രകാരൻ ആരാണ് എന്നതാണ് ചോദ്യം. അതായത് മുഅ്ജമുൽ ബുൽദാന്റെ ഓദർ ആരാണ് എന്നതാണ് ചോദ്യം. മുഅ്ജമുൽ ബുൽദാൻ ആരുടേതാണ്? ഓക്കെ, നമുക്ക് ഉത്തരം നോക്കാം. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. പലരും അതിനാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. യാഖൂത്തുൽ ഹമവിയുടേതാണ് മുഅ്ജമുൽ ബുൽദാൻ. യാഖൂത്തുൽ ഹമവി. ഓക്കെ, അദ്ദേഹത്തെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. നമുക്ക് ക്വസ്റ്റ്യൻസ് അത്യാവശ്യം നോക്കാനുണ്ട്. മൻ മുഅർരിഖുൽ മഅറൂഫ് ബികിതാബിഹി അൽ കാമിലു ഫി താരിഖ്. അൽ കാമിലു ഫി താരിഖ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ ഓദറാണ്. അൽ കാമിലു ഫി താരിഖ് കേട്ടോ. അൽ കാമിലു ഫി താരിഖ് ആരുടേതാണ്? ഓക്കെ, ശരി ഉത്തരം നോക്കാം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇബ്നുൽ അഥീർ ആണ്. അൽ കാമിൽ എന്ന് മാത്രമാണ് ചോദ്യമെങ്കിൽ ഓപ്ഷൻ സി ശരിയാക്കുമായിരുന്നു. അൽ മുബറദിൻ്റെതാണ് കാമിൽ. നമുക്ക് സംശയമില്ല. കേൾക്കാവുന്നുണ്ടോ? ഓക്കെ, റെഡി ആണല്ലേ? എൻ്റെ ചെറുതായിട്ട് റേഞ്ച് പോയെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ടാവില്ല അല്ലേ? വോയിസ് ക്ലിയർ അല്ലേ? ആരെങ്കിലും ഒന്ന് റിയാക്ട് ചെയ്ത് പ്രതികരിക്കും. അൽ കാമിൽ എന്ന് മാത്രമാണെങ്കിൽ മുബറദിൻ്റെ ആയിരുന്നു. അൽ കാമിൽ ഫി താരിഖ്. താരിഖിലെ കാമിൽ ഇബ്നുൽ അഥീറിൻ്റെതാണ്. ഇബ്നുൽ അഥീർ വലിയ മുഅർരിഖാണ് എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മുബറദ് പലരും ഓപ്ഷൻ സി ആണ് ചെയ്തിട്ടുള്ളത്. മുബറദിന്റെ കാമിൽ ഒരിക്കലും താരീഖിലല്ലല്ലോ, അതിലേക്ക് പോകാൻ പാടില്ലായിരുന്നു. ഓക്കെ, നമുക്ക് അടുത്തേക്ക്. താരീഖ് ദിമഷ്ക് നമ്മളെല്ലാവരും കേട്ട് പരിചയിച്ച, എല്ലാവർക്കും അറിയുന്ന ഗ്രന്ഥമാണ്. ഇസ്ലാമിക ചരിത്രത്തിലൊക്കെ തന്നെയും ഹിസ്റ്ററിയിൽ, ഇസ്ലാമിക് ഹിസ്റ്ററിയിലെ ഒരു പ്രധാന ഗ്രന്ഥമാണ് താരീഖ് ദിമഷ്ക്. ഇതിന്റെ ഓദർ ആരാണ് എന്നതാണ് ചോദ്യം. നമുക്കൊന്ന് എല്ലാവരും ആൻസർ ചെയ്യാൻ ശ്രമിക്കുമല്ലോ അല്ലെ? അത് നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം, സമയം പരിമിതമാണ്. ഓപ്ഷൻ സി ഇബ്നു അസാക്കിർ ആണ് അതിന്റെ ഉത്തരം. ഇബ്നു അസാക്കിർ ഡമസ്കസുകാരൻ തന്നെയാണ്. അദ്ദേഹം വലിയ മുഹദ്ദിസ് ആയിരുന്നു അല്ലെ? ഇബ്നു അസാക്കിർ വലിയ മുഹദ്ദിസാണ്. ഹദീസാണ് അദ്ദേഹത്തിന്റെ പ്രധാന മേഖല. അതോടൊപ്പം മുഅർരിഖാണ്. താരീഖും അദ്ദേഹത്തിന്റെ മേഖലയാണ്. ഫിഖ്ഹിലും ഒക്കെയും അദ്ദേഹത്തിന് രചനകളുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രചനയാണ് താരീഖ് ദിമഷ്ക് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. സിയാസത്തുൽ മദനിയ ആരുടേതാണ്? സിയാസത്തുൽ മദനിയ ആരുടേതാണ്? ഉത്തരം ചെയ്യാട്ടോ. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം. ഉത്തരം ശരി ഉത്തരം എല്ലാവരും കമന്റ് ചെയ്യാം. ഇനി അറിയാത്താണെങ്കിൽ കൂടി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, എല്ലാവരും ഓപ്ഷൻ ബി ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കറക്റ്റ് ഉത്തരം ഓപ്ഷൻ ബി തന്നെയാണ്. അൽ ഫാറാബിയുടേതാണ് സിയാസത്തുൽ മദനിയ. ഫാറാബിയെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. രണ്ടാം അരിസ്റ്റോട്ടിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന പിന്നെ ഇസ്ലാമിക ലോകത്ത് തന്നെ റീസണിങ്, ലോജിക്കൊക്കെയും വിശാലമായ അർത്ഥത്തിൽ തന്നെ കൊണ്ടുവന്നിട്ടുള്ള, അരിസ്റ്റോട്ടലിന്റെ പാതയെ സ്വീകരിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പണ്ഡിതനാണ് അൽ ഫാറാബി. അൽ മുഅല്ലിം അസ്സാനി എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ് അൽ ഫാറാബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. من هو صاحب كتاب الشفاء الذي جمع بين الفلسفة والطب. കിതാബ് ഷിഫ ആരുടേതാണ്? അതിന്റെ പ്രത്യേകത, കിതാബ് ഷിഫയിൽ ഫിലോസഫി ഉണ്ട്, മെഡിക്കൽ സയൻസ്. ഈ കിതാബ് ഷിഫയിന്റെ ഓദർ ആരാണ് എന്നതാണ്. നിരവധി തവണ കിതാബ് ഷിഫയിനൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെയും അറിഞ്ഞിരിക്കൽ വളരെ ആവശ്യമാണ്. മത്സര പരീക്ഷകൾക്കൊക്കെ ഒരുങ്ങുന്ന ആളുകൾക്കൊക്കെ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കിതാബാണ് കിതാബ് ഷിഫ. ഓക്കെ, നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം. പലരും തിരഞ്ഞെടുത്ത പോലെ ഓപ്ഷൻ എ ഇബ്നു സീനയാണ് കറക്റ്റ് ഉത്തരം. ഇബ്നു സീനയുടെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഷിഫ. അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് ഗ്രന്ഥമാണ് അൽ ഖാനൂൻ ഫി തിബ്ബ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് ഷിഫ എന്നത്. നെക്സ്റ്റ്. മസ്മുൽ ഫൈലസൂഫി അല്ലദീ തഅത്തറ ബി അഫ്ലാത്തൂൻ ഫാരിസ്തോ വഉത്ലിഖ അലൈഹി ലഖബു അൽ മുഅല്ലിം അസ്സാനി. അതിന് ഉത്തരം വന്നിട്ടുണ്ടല്ലേ? ഇദ്ദേഹത്തിന്റെ പ്രത്യേകത ഫിലോസഫറാണ്. പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ തുടങ്ങിയവരുമായിട്ട്
അവരിൽ ആകർഷിച്ചിട്ടാണ് അൽ മുഅല്ലിം അസ്സാനി എന്ന ലഖബ് പറയപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൽ. അൽ ഫാറാബിയാണ് അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൻ ഹുവൽ മുഫക്കിർ അല്ലദി ജമഅ ബൈനൽ ഫിഖ്ഹി വൽ കലാമി വൽ ഫൽസഫ. ഫിഖ്ഹു അദ്ദേഹത്തിന്റെ രചനകളിൽ കാണാം, നന്നായിട്ട് ഇൽമുൽ കലാമും കാണാം, ഫിലോസഫിയും കാണാം. അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രസിദ്ധമായ ഗ്രന്ഥമാണ് തഹാഫുത്തുൽ ഫലാസിഫ. ആരാണ് ഈ ചിന്തകൻ? ഇസ്ലാമിക ലോകത്തെ ഞെട്ടിച്ച നിരവധി ഗ്രന്ഥങ്ങളാൽ വലിയ സംഭാവനകൾ നടത്തിയ ആളാണ് ഇദ്ദേഹം. ആരാണ് ഇദ്ദേഹം? തഹാഫുത്തുൽ ഫലാസിഫ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും പെട്ടെന്ന് ഓടി ഉണ്ടാവും അല്ലെ. ഓക്കെ, ഫിലോസഫേഴ്സിന്റെ ഒക്കെ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് തഹാഫുത്തുൽ ഫലാസിഫ. അൽ ഗസാലിയാണ് ഈ പറയപ്പെട്ട ചിന്തകൻ. അദ്ദേഹം ഫഖീഹാണ്, മുത്തകല്ലിമാണ്, ഫൈലസൂഫാണ്. തഹാഫുത്തുൽ ഫലാസിഫ അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ്. ഈ തഹാഫുത്തുൽ ഫലാസിഫക്ക് മറുപടി ഗ്രന്ഥമായിട്ട് ഇബ്നു റുഷ്ദ് തഹാഫുത്ത് എന്ന ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതും ചോദ്യങ്ങളിൽ കാണാറുണ്ട്, അതും ഓർത്തിരിക്കുക. ഇബ്നു റുഷ്ദ് ഇബ്നു റുഷ്ദ് അന്ദലുസുകാരനാണ്. ഇദ്ദേഹം അൽ ഗസാലി തൂസാണ്. തൂസ്, ബഗ്ദാദിലെ തൂസിലാണ് ജനിച്ചത്. അത്തൂസി. ഓക്കെ, മൻ ഹുവല്ലദി തവ്വറ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. മൻ ഹുവല്ലദി തവ്വറ നിളാമൽ അദ്ദിൽ ഹിന്ദി വനശറഹു ഫിൽ ആലം ഇസ്ലാം. ഇന്ത്യൻ എണ്ണം സംഖ്യ, ഇന്ത്യൻ എന്തായാലും പറയാ എണ്ണൽ അല്ലെ, ആ ഒരു രൂപത്തെ ആരാണ് വികസിപ്പിച്ച് ഇസ്ലാമിക ലോകത്ത് അതിനെ പ്രചരിപ്പിച്ചത്? എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണത്. ഓക്കെ, നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. ഖവാറസ്മിയാണ്. ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് ആൻസർ. ഖവാറസ്മിയാണ് ഇന്ത്യൻ എണ്ണത്തെ വികസിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക ലോകത്ത് പ്രചരിപ്പിച്ചിട്ടുള്ളയാൾ. ഓക്കെ, മൻ ഹുവ സാഹിബു കിതാബി അൽ ജാമിഉ ലിമുഫ്രദാത്തിൽ അദ്വിയത്തി വൽ അഗ്ദിയ. ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ്. ഈ മരുന്നുകൾ ഒക്കെ കൃത്യമായിട്ട് അതിനെ കുറിച്ചൊക്കെയും പറയണം. ഈ ന്യൂട്രീഷൻസിനെ കുറിച്ചൊക്കെയും അതിന്റെ മുഫ്രദാത്തിനെ കുറിച്ചൊക്കെയും വിശദമായിട്ട് പറയുന്ന ഗ്രന്ഥമാണ് അൽ ജാമിഉ ലിമുഫ്രദാത്തിൽ അദ്വിയത്തി വൽ അഗ്ദിയ എന്നുള്ളത്. ഇതാരാണ് രചിച്ചിട്ടുള്ളത്? എല്ലാവരും ഒന്ന് ഇടപെടണം കേട്ടോ. കമന്റ് ബോക്സിൽ ഒന്ന് എല്ലാവരും സജീവമാവണം. ജസ്റ്റ് ഒന്ന് നിങ്ങൾ അതിൽ ആൻസർ ചെയ്താൽ മതി. ABCD ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് കറക്റ്റ് ഉത്തരത്തിലേക്ക് വരാം. ഓപ്ഷൻ എ ആണ് പലരും ചൂസ് ചെയ്തിട്ടുള്ളത്. അവിടെ കറക്റ്റ് ഉത്തരം തന്നെയാണ്. ഇബ്നുൽ ബൈത്വാറാണ് ജാമിഉൽ മുഫ്രദാത്തിൽ അദ്വിയത്തി വൽ അഗ്ദിയ എന്ന ഗ്രന്ഥത്തിന്റെ ഓതർ. ഇതൊരു അപൂർവ ഗ്രന്ഥമായതുകൊണ്ട്, ഇതിന്റെ ഫന്ന് ഒരു അപൂർവമായതുകൊണ്ട് ഇതൊക്കെയും ചോദിക്കപ്പെടാൻ സാധ്യത ഉള്ള ഏരിയയാണ്, ഗ്രന്ഥമാണ്. ഇബ്നുൽ ബൈത്വാറിനെയും പ്രത്യേകം. നെക്സ്റ്റ്, മൻ ഹുവ നഹ്വിയു അല്ലദി ദറസൽ മൻതിഖ വന്നഹ്വ മഅൻ വദമജഹുമാ ഫീ തഫ്സീരിഹി. നഹ്വും മൻതിഖൊക്കെ ആയിട്ട് നഹ്വും മൻതിഖൊക്കെ അദ്ദേഹം നന്നായിട്ട് പഠിക്കുകയും അദ്ദേഹം ഒരു തഫ്സീർ ഉണ്ടാക്കി അതിൽ രണ്ടിലും നഹ്വും മൻതിഖാണ് കണ്ടമാനുള്ളത്. നഹ്വിനെയും മൻതിഖിനെയും കാര്യമായിട്ട് മെർജ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളാരാണ്? അദ്ദേഹം നഹ്വിയാണ്, അതുപോലെ മൻതിഖിയാണ്. ആരാണ് ഇത്? ഓക്കെ, ഉത്തരത്തിലേക്ക് വരാം. ഓപ്ഷൻ എ ഇസ് ദി കറക്റ്റ് ആൻസർ. സമഖ്ശരിയാണ്. അദ്ദേഹത്തിന്റെ ആ തഫ്സീറിന്റെ പേരും എല്ലാവർക്കും അറിയാമായിരിക്കും. തഫ്സീറുൽ കശാഫ് ആണ് അദ്ദേഹത്തിന്റെ ഈ നഹ്വും മൻതിഖൊക്കെയും അദ്ദേഹം ദം ചെയ്തിട്ടുള്ള തഫ്സീറുൽ കശാഫ്. നമുക്കറിയാം, ഓരോ തഫ്സീറുകളും ഓരോ ലക്ഷ്യപ്രകാരമായിരിക്കും അതിന്റെ രചന നടന്നിട്ടുണ്ടാവുക. ഇദ്ദേഹത്തിന്റെ രചനാ പശ്ചാത്തലം ഒരു പ്രത്യേക ആശയത്തെ കൃത്യമായിട്ടും ലോജിക്കിലൂടെ പ്രതിഫലിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ആ ഒരു ശ്രമത്തിനാണ് മുതിർന്നിട്ടുള്ളത്. ഓക്കെ, മൻ ഹുവ സാഹിബു കിതാബി അൽ മുഖ്തദബ് ഫി നഹ്വ്. അൽ മുഖ്തദബ് എന്നുള്ളത് ഇതുപോലെ അറിയപ്പെട്ട ഗ്രന്ഥമാണ്, നഹ്വിലുള്ള ഒരു ഗ്രന്ഥമാണ്. അതിന്റെ ഓതർ ആരാണ്? അൽ മുഖ്തദബിന്റെ ഓതർ ആരാണ്? എല്ലാവരും പക്ഷേ എ ആണ് ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ശരിയുത്തരത്തിലേക്ക് പോവാം. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്. അൽ മുബറദിൻ്റെതാണ് അൽ മുഖ്തദബ് എന്ന് പറയുന്ന ഗ്രന്ഥം. മുബറദിനെ നിങ്ങൾക്കറിയാം, കാമിൽ, കിതാബുൽ കാമിലിന്റെ ഓതറായിട്ടുള്ള അൽ മുബറദ് അദ്ദേഹത്തിന്റെ മറ്റൊരു ഗ്രന്ഥമാണ് അൽ മുഖ്തദബ് എന്നുള്ളത്. നഹ്വിൽ രചിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. من هو تلميذ الكسائي الذي كان له دور بارز في نشر نحو الكوفيين? നമുക്കറിയാം നഹ്വിൽ രണ്ട് പ്രധാനപ്പെട്ട സ്കൂളുകളാണുള്ളത്. ഒന്ന് മദ്രസത്തുൽ ബസ്വരിയീൻ, മറ്റൊന്ന് മദ്രസത്തുൽ കൂഫിയീൻ. ഇപ്പൊ നമ്മളെ ഈ പ്രബല വിഭാഗം മദ്രസത്തുൽ ബസ്വരിയീൻ ബസ്രക്കാരുടെ സ്കൂളാണ്. കൂഫക്കാരുടേത് പിന്നെ കിസായിയുടേതാണ്. അപ്പൊ ഇമാം അൽ കസായിയുടെ ശിഷ്യനാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന് ഈ കൂഫ മദ്രസ, അതായത് കൂഫ സ്കൂൾ ഓഫ് നഹ്വിനെ വികസിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കാനൊക്കെയുമായിട്ടുണ്ട്. ആരാണ് കസായിയുടെ? കസായി എന്ന് പറഞ്ഞാൽ കൂഫ സ്കൂളിന്റെ ഹെഡാണ്, അതിന്റെ സ്ഥാപകനാണ്. ബസ്ര സ്കൂളിന്റെ ഹെഡ് സീബവൈഹി ആണല്ലോ. അപ്പോ ഈ കൂഫ മദ്രസ അല്ലെങ്കിൽ കൂഫ സ്കൂൾ ഓഫ് നഹ്വ് പ്രചരിപ്പിക്കുന്നതിൽ കാര്യമായി പങ്കുവഹിച്ച കസായിയുടെ ശിഷ്യൻ ആരാണ് എന്നതാണ് ചോദ്യം. ഓക്കെ, ഗുഡ്. പലരും ഓപ്ഷൻ എ ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് നമ്മുടെ കറക്റ്റ് ഉത്തരം. ഫറ ആണ്. ആരെയാണ് അദ്ദേഹം? ഇൽമുൽ ഖിറാഅത്തിലൊക്കെ രചന നടത്തിയിട്ടുള്ള ആൾ തന്നെയാണ് കസായിയും ഫറ. ഓക്കെ, നെക്സ്റ്റ്. من هو مؤلف كتاب الكتاب الذي يعد من أعظم كتب النحو? നഹ്വി ഗ്രന്ഥങ്ങളിൽ ഏറ്റവും വലിയ ഗ്രന്ഥമായിട്ട് പരിഗണിക്കപ്പെടുന്ന അൽ കിതാബിന്റെ ഓതർ. അൽ കിതാബ് എന്ന കിതാബിന്റെ പേരാണ്. അൽ കിതാബ് എന്ന കിതാബിന്റെ മുഅല്ലിഫ് ആരാണ്? എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഓക്കെ, ഗുഡ്. എല്ലാവരും ഓപ്ഷൻ ഡി ആണ് ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കറക്റ്റ് ഉത്തരവും ഓപ്ഷൻ ഡി ആണ്. സീബവഹിയുടെ കിതാബാണ് അൽ കിതാബ്. നഹ്വ് സർഫിൽ രചിക്കപ്പെട്ട ഗ്രന്ഥമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ. മൻഹുൽ മുഫസ്സിർ അല്ലദീ കതബ തഫ്സീർ അൽ കശ്ശാഫ്? തഫ്സീർ അൽ കശ്ശാഫ് രചിച്ചിട്ടുള്ള മുഫസ്സിർ ആരാണ്? നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലെ? ഓക്കെ, ഗുഡ്. അൽ ഇമാം അസ്സമഖ്ശരി ആണ് അല്ലെ? ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. അതന്നെ എല്ലാവരും ചൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൻഹുവ മുഅല്ലിഫു ജാമിഉൽ ബയാൻ ഫി തഫ്സീർ അൽ ഖുർആൻ? ജാമിഉൽ ബയാൻ ഫി തഫ്സീർ അൽ ഖുർആന്റെ ഓതർ ആരാണ്? ഓക്കെ, കറക്റ്റ്. അപ്പോ ഓപ്ഷൻ ബി ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് പലരും. അതിനാണ് കറക്റ്റ് ഉത്തരം. ഇമാം തൊബരിയുടേതാണ് ജാമിഉൽ ബയാൻ. തഫ്സീർ തൊബരി എന്ന പേരിലാണ് അറിയപ്പെടൽ. ഏറ്റവും പ്രധാനപ്പെട്ട തഫ്സീറുകളിൽ ഒന്നാണ് തഫ്സീർ തൊബരി. അതിന്റെ പൂർണ്ണനാമം, അതിന്റെ പേര് ജാമിഉൽ ബയാൻ ഫി തഫ്സീറിൽ ഖുർആൻ എന്നുള്ളതാണ്. അത് അറിഞ്ഞിരിക്കണം. ഇതൊക്കെ ചോദിക്കപ്പെടാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. തഫ്സീർ തൊബരിയും തഫ്സീർ സമഖ്ശരിയും അതുപോലെ തഫ്സീർ റാസിയും തഫ്സീർ ഇബ്നു കതീർ ഒക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൻഹുൽ മുഫസ്സിർ അല്ലദീ കാന മുഅ്തസിലിയൻ? അദ്ദേഹം മുഅ്തസിലിയായിരുന്നു. വലദീ റക്കസ അലൽ ബലാഗ ഫി തഫ്സീർ? അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കണ്ടമാനം ബലാഗയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്നത് കാണാൻ പറ്റും. അദ്ദേഹം മുഫസ്സിറാണ്, പക്ഷെ അദ്ദേഹം മുഅ്തസിലിയായിരുന്നു. ഓക്കെ, ഗുഡ്. ഇതും സമഖ്ശരി തന്നെയാണ്. സമഖ്ശരിയാണ് മുഫസ്സിരീങ്ങളുടെ കൂട്ടത്തിൽ മുഅ്തസിലിയായിട്ടുള്ള പ്രസിദ്ധനായ മുഫസ്സിർ. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഈ പറഞ്ഞതുപോലെ നഹ്വ്, ബലാഗ, മന്തിഖ് എന്നൊക്കെ ധാരാളമായി വരുന്നത് കാണാൻ പറ്റും. പിന്നീട് ഇതിനെ ഈ ഇഅ്തിസാലി ആശയങ്ങളിൽ നിന്ന് മുക്തമാക്കി അതിനെ പിന്നെ അഹ്ലുസുന്നയുടെ ആശയങ്ങൾക്ക് അനുസൃതമാക്കി മാറ്റിയിട്ടുള്ള ഒരു തഫ്സീറാണ് തഫ്സീറുൽ ബൈളാവി. പക്ഷെ അതിലും ചില മുഅ്തസിലി ആശയങ്ങളൊക്കെയും കടന്നുകൂടിയിട്ടുണ്ട് അദ്ദേഹം അറിയാതെ എന്നാണ് വിലയിരുത്തൽ പണ്ഡിതന്മാരുടെ. ഓക്കെ, നെക്സ്റ്റ്. മൻഹുൽ മുഫസ്സിർ അല്ലദീ ജമഅ ഫീ തഫ്സീരിഹി ബൈന നഖ്ലി വൽ അഖൽ വകാന മിൻ ഉലമാഇൽ അശ്ശഅഇറ? ഈ തഫ്സീർ രചനയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില തഫ്സീറുകൾ നഖൽ കൊണ്ട് മാത്രം, മഅ്സൂറാത്ത് കൊണ്ട് മാത്രം തഫ്സീർ ചെയ്യുന്നുണ്ടാകും. ചിലത് അഖൽ കൊണ്ട് മാത്രമുള്ളതുണ്ടാകും. ചിലത് അഖലും നഖലും കൂടി ഉണ്ടാകും. അതാണ് ഏറ്റവും നല്ല ഒരു രീതിയായിട്ട് പരിഗണിക്കപ്പെടുന്നത്. ഏറ്റവും നല്ല എന്നുള്ളതല്ല, നല്ലൊരു രീതിയാണ്. കാരണം ഖുർആൻ തദബ്ബുറിനും കൂടിയുള്ളതാണല്ലോ. മഅ്സൂറാത്തും അതോടൊപ്പം അഖലും കൂടി ജമ്മ ചെയ്തുകൊണ്ടുള്ള തഫ്സീർ രചന നടത്തിയിട്ടുള്ള മുഫസ്സിർ ആരാണ്? ശരി ഉത്തരം കമന്റിൽ ടൈപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഫഖ്റുദ്ദീൻ അർ-റാസി ആണ്. തഫ്സീർ റാസി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തഫ്സീർ റാസി എന്നുള്ള ഗ്രന്ഥത്തിന്റെ പേര് രണ്ട് പേരാണ് അറിയപ്പെടുന്നത്. ഒന്ന് മഫാത്തിഹുൽ ഗൈബ് എന്നുള്ളതും മറ്റൊന്ന് തഫ്സീറുൽ കബീർ എന്നുള്ളതും.
ഇത് മൂന്നും ഒന്നാണ്. തഫ്സീറുൽ റാസി എന്നുള്ളത് അതിന്റെ പേരല്ല, അങ്ങനെയാണ് അത് വിളിക്കപ്പെടാറുള്ളത്. തഫ്സീറുൽ കബീർ, അതുപോലെ മഫാത്തിഹുൽ ഗൈബ്, ഇതെല്ലാം ഒന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൻ ഹുവൽ ആലിം അല്ലദി അല്ലഫ തഫ്സീറുൽ ഖുർആനിൽ അളീം. തഫ്സീറുൽ ഖുർആനിൽ അളീം ആരുടേതാണ്? അതിന്റെ പേരങ്ങനെയാണ്, ആ തഫ്സീറിന്റെ പേരങ്ങനെയാണ്, തഫ്സീറുൽ ഖുർആനിൽ അളീം എന്നാണ് അതിന്റെ പേര്. ആരാണ് അത് രചിച്ചിട്ടുള്ളത്? പ്രസിദ്ധമായിട്ടുള്ള ഒരു തഫ്സീർ തന്നെയാണ്. ഓക്കെ, ശരി, ഉത്തരത്തിലേക്ക് പോവാം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇബ്നു ഗസീറിൻ്റെതാണ് തഫ്സീറുൽ ഖുർആനിൽ അളീം. ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനാണ് ഇബ്നു ഗസീർ. അദ്ദേഹത്തിന്റെ തഫ്സീറാണ് തഫ്സീറുൽ ഖുർആനിൽ അളീം. പലരും ഓപ്ഷൻ ഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇമാം ബൈളാവിയുടേത്, തഫ്സീറുൽ ബൈളാവിയുടെ പേര് അൻവാറു തൻസീലി വഅസ്റാറു തഅ്വീൽ എന്നുള്ളതാണ്. അപ്പൊ അതൊരിക്കലും ഉത്തരമായിട്ട് വരില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അൻഹുൽ മുഫസ്സിർ അല്ലദി ഇഹ്തമ ബിൽ ഖിറാഅത്തി വൽ ലുഗ ഫി തഫ്സീരി. അദ്ദേഹത്തിന്റെ തഫ്സീറിന്റെ പ്രത്യേകത ഇൽമുൽ ഖിറാഅത്തും അതുപോലെ ലുഗത്തുമാണ് അദ്ദേഹം പ്രധാനമായി പരിഗണിച്ചത്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം അതായിരുന്നു. അങ്ങനെ ഇൽമുൽ ഖിറാഅയും ലുഗത്തും നന്നായിട്ട് പരിഗണിച്ച മുഫസ്സിർ ഈ കൂട്ടത്തിൽ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ശരി ഉത്തരം ഏതാണ്? ABCD ഏതാണ്? പെട്ടെന്ന് ആൻസർ ചെയ്യാം. ഓക്കെ, ഉത്തരത്തേക്ക് പോവാം. എയും ബി ഒക്കെയാണ് വരുന്നത്. നമ്മുടെ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കുല്ലു മാ സബഖ. ഫറാ ഉണ്ട്, ഇമാം സുജാജ് ഉണ്ട്, ഫറാ, ഇമാം സുജാജ്, ഇബ്നു അത്തിയ, ഇവരൊക്കെയും ഇൽമുൽ ഖിറാഅ ലുഗയുമായി ബന്ധപ്പെട്ട തഫ്സീർ രചന നടത്തിയിട്ടുള്ള ആളുകളാണ്. ഓക്കെ, ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചർച്ച ചെയ്യാം, എന്നിട്ട് അവസാനിപ്പിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൻ ഹുവൽ മുഹദ്ദിദ് സ്വാഹിബു കിതാബി അസ്-സുനൻ അല്ലദി യുഅദ്ദു മിനൽ കുതുബി സിത്ത. സിഹാഹു സിത്തയിൽ പരിഗണിക്കപ്പെടുന്ന സുനന്, ഈ സുനന് ഇതിൽ ആർക്കാണുള്ളത്? സുനനിന്റെ ഓതർ ആരാണ്? ഓക്കെ, ശരി ഉത്തരത്തിലേക്ക് വരാം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. പലരും ചൂസ് ചെയ്തിട്ടുണ്ട്. ഇബ്നു മാജയുടേത് സുനനാണ്, അത് സിയാഹുസിത്തയിൽ പെട്ടതാണ്. നസായിയുടേത് സുനൻ നസായി, അതും സിയാഹുസിത്തയിൽ പെട്ടതാണ്. അബൂദാവൂദിൻ്റെതും സുനനാണ്, സുനൻ അബീ ദാവൂദ്, അതും സിയാഹുസിത്തയിൽ പെട്ടതാണ്. അപ്പൊ കുല്ലു മാ സബഖ അതാണ് ശരിയായ ഉത്തരം. മൻഹുൽ മുഹദ്ദിസ് അല്ലദി അല്ലഫ അൽ ഇലലുൽ കബീർ, അതുപോലെ വൽ ഇലലുസ് സഗീർ, ഇത് രണ്ടും ആരുടെ രചനയാണ്? അൽ ഇലലുൽ കബീർ വൽ ഇലലുസ് സഗീർ ആരുടേതാണ് ഈ രണ്ട് ഗ്രന്ഥങ്ങളും? ഓക്കെ, ശരി ഉത്തരം അത്തിർമിദിയാണ്, തിർമിദിയുടേതാണ്. ഇമാം അബൂ ഈസ അത്തിർമിദിയുടേതാണ്. തുർമുദി, തിർമിദി അങ്ങനെയൊക്കെയും പറയാറുണ്ട് ഈ രണ്ട് ഗ്രന്ഥങ്ങളും. ഒരു ചോദ്യം കൂടി നോക്കാം. മൻ ഹുവൽ മുഹദ്ദിസ് അല്ലദി അല്ലഫ അൽ അദബുൽ മുഫ്രദ്. അൽ അദബുൽ മുഫ്രദ് ആരുടെ രചനയാണ്? ഹദീസ് ഗ്രന്ഥം തന്നെയാണ്. അൽ അദബുൽ മുഫ്രദ് എന്നുള്ള ഹദീസ് ഗ്രന്ഥം ആരാണ് അത് രചിച്ചിട്ടുള്ളത്? ഓക്കെ, ഗുഡ്. എല്ലാവരും ഓപ്ഷൻ എ ആണ് ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ കറക്റ്റ് ഉത്തരം. ഇമാം അൽ ബുഖാരിയുടെ ഗ്രന്ഥമാണ് അൽ അദബുൽ മുഫ്രദ്. നല്ല ഗ്രന്ഥമാണ്, ഒരുപാട് നല്ല ഹദീസുകളൊക്കെയും കാണാൻ പറ്റും. ഒരിക്കലും സ്വഹീഹുൽ ബുഖാരിയുടെ മർത്തബിലൊന്നും നിൽക്കുന്ന പിന്നെ ഗ്രന്ഥമല്ല, പൂർണ്ണമായും സ്വഹീഹുകൾ മാത്രമുള്ള അതൊന്നുമല്ല, അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ്. അത്രയേ ഉള്ളൂ. അവസാന ക്വസ്റ്റ്യൻ. മൻ ഹുവ സ്വാഹിബു കിതാബി അൽ മുസ്നദ് അല്ലദി യഹ്തവി അലാ ആലാഫിൽ അഹദീസ്. ആയിരക്കണക്കിന് ഹദീസുകൾ ഉൾക്കൊള്ളുന്ന അൽ മുസ്നദ് എന്ന ഗ്രന്ഥത്തിന്റെ ഓതർ ആരാണ്? മുസ്നദ് ആരുടേതാണ്? ഈ ടേമുകളിലേക്കൊന്നും ഞാൻ ഇപ്പോൾ പോകുന്നില്ല. മുസ്നദ് എന്താണ്, സുനൻ എന്താണ്, ജാമിഅ സ്വഹീഹ് എന്താണ്, ഇതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. നമുക്ക് ഇതും കൂടി പറഞ്ഞിട്ടുണ്ട് അവസാനിപ്പിക്കും. ഓക്കെ, ശരി ഉത്തരത്തിലേക്ക് പോവാം. അൽ മുസ്നദ് ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെതാണ്. മുസ്നദ് അഹ്മദ് ബിൻ ഹംബൽ കേട്ടിട്ടുണ്ടാകും, അദ്ദേഹത്തിൻ്റെതാണ് അൽ മുസ്നദ് എന്ന ഗ്രന്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇനിയും ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പറയുകയാണ്, അങ്ങനെ നീണ്ടുപോകും. ഇവിടെ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ജസാക്കുമുല്ലാഹു ഖൈറൽ ജസാ വ ശുക്രൻ ലിഹുസ്നി ഇസ്തിമാഇക്കും. നമുക്ക് അവസാനിപ്പിക്കല്ലേ? ഓക്കെ, ജസാക്കുമുല്ലാഹു ഖൈറൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.